എന്റെ മോൻ അവസാനം ആരും വെള്ളം കൊടുത്തില്ലല്ലോ, എനിക്ക് വേണ്ട. ഒന്നും വേണ്ട, ഇതുവരെ ആരും ഒന്നും വിളിച്ച് പറഞ്ഞില്ലല്ലേ, വിളിച്ച് ചോദിച്ചില്ലേ, വീട്ടിൽ വന്നില്ല. അയ്യോ അയ്യോ, എന്റെ മോൻ കുളിച്ചിട്ടാ ഉണ്ടിട്ടാ വെള്ളം കുടിച്ചിട്ട് എത്രയോ ദിവസമായി. അയ്യോ എനിക്ക് കാണണ്ടേ. അയ്യോ അതവന്മാർക്ക് എന്നെ കൂടെ ഞാൻ പഠിച്ച ഡോക്ടറാക്കാൻ വിട്ടേല് എന്റെ വീട്ടിൽ കൊണ്ടുവരണ്ട. ആ പ്രിൻസിപ്പാലിന്റെ കൊണ്ടുവന്നാൽ എന്റെ മോന്റെ സാധനങ്ങൾ എനിക്ക് വേണ്ട. അയ്യോ എനിക്ക് വേണ്ടേ. കാണാൻ എനിക്ക് കാര്യം എല്ലാരും കൂടെ എന്റെ മോനെ കൊണ്ടല്ലേ. അയ്യോ നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മകൻ മരിച്ച മണ്ണിൽ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞ് നിതിൻ്റെ പിതാവ് രാജൻ. നിതിന് ജീവൻ നഷ്ടമായ ശേഷം ആദ്യമായാണ് കുടുംബം മെഡിക്കൽ കോളേജിലെത്തിയത്. കോളേജ് പ്രിൻസിപ്പാളിനെ കാണാനും പിതാവ് തയ്യാറായില്ല. മകനെ കൊന്നയാളെ തനിക്ക് കാണണ്ടെന്നായിരുന്നു വാക്കുകൾ. നിതിൻ്റെ ഹോസ്റ്റൽ മുറിയിലേക്കും കുടുംബം എത്തും. നേരത്തെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് കുടുംബം പരാതി ആവർത്തിച്ചിരുന്നു. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നതായി കുടുംബത്തോടൊപ്പം എത്തിയ മറ്റു ബന്ധുക്കൾ ആരോപിച്ചു. അല്ല, മാനേജ്മെന്റ് അല്ല, പ്രിൻസിപ്പലിനെയും അവിടെ ഉണ്ടായിരുന്ന പേരറിയാത്ത 2 പേര്, അവരവിടുത്തെ 2 സ്റ്റാഫുകളെന്നാണ് പറയുന്നത്. മറ്റു ഡിപ്പാർട്ട്മെന്റിലാണെന്ന് തോന്നുന്നു. സാറന്മാരാ? അതെ, ടീച്ചേഴ്സ് അതെ. സംസാരിച്ചു. നമ്മൾ വേറൊന്നുമില്ല, ഇതിൻ്റെ അവൻ്റെ പൊരുളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ പോലീസായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവൻ്റെ സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൈമാറാൻ ചെയ്യാനുള്ള താക്കോലിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണമല്ലോ. അപ്പോൾ അത് പോലീസിൻ്റെ കൈവശമാണുള്ളത്. അപ്പോൾ അത് ഇവിടെ നിന്ന് ചോദിച്ച് അവരുടെ അനുവാദം വാങ്ങി അവിടെ നിന്ന് പോയി ഹോസ്റ്റലിൽ നിന്ന് എടുക്കാനായിട്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ടും വന്നത്. ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. പിന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ ഭാഗത്തുനിന്ന്, ഈ പറഞ്ഞ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല രീതിയിൽ ബോധ്യമുണ്ട് അവർ കുറ്റവാളികളാണെന്നുള്ളത്. ആ കാര്യത്തെക്കുറിച്ച് കൂടി ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രിൻസിപ്പളും ഈ പറഞ്ഞ ലത, മറ്റു 3 പേര്, ഫൈസൽ ഉൾപ്പെടെ, ഈ പറഞ്ഞ ആ റൂമിലുണ്ടായിരുന്ന മറ്റ് ഈ CCTV കാണുന്നുണ്ടല്ലോ, ആ ദൃശ്യത്തിൽ കാണുന്ന എല്ലാവരും കുറ്റക്കാരാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇവരിപ്പോഴും പറയുന്ന ഒരു അവ്യക്തതയില്ല. പ്രിൻസിപ്പൾ ഓരോ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും പറയുന്നതിൽ വ്യക്തതയില്ല. പറയുന്ന സമയങ്ങളിൽ, പറഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നും ഒരു വ്യക്തത കിട്ടുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ മുമ്പോട്ട് തന്നെ പോകും. ഈ പറയുന്ന ആദ്യം നമ്മൾ പ്രതികളെന്ന് പറഞ്ഞ ഈ റാമും പിന്നെ രണ്ടാമത്തെ പ്രതി സംഗീത, അവർ ശക്തമായിട്ട് നമ്മൾ ഉറച്ചു വയ്ക്കാനാണ് ഈ 2 പേരും. സംഗീതയും ഉണ്ട്, ഇല്ലാന്നില്ല. അവരാരൊക്കെ രക്ഷപ്പെടുത്താൻ നോക്കിയാലും സംഗീത പ്രതി തന്നെയാണ്. ഈ 2 പേരും കൊലപാതകികളാണ്. കണ്ണൂരിൽ നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഏറെ സങ്കടകരമായ കാഴ്ചകളാണ് അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ നിന്ന് കണ്ടത്. മകനെ നഷ്ടപ്പെട്ടൊരു പിതാവിൻ്റെ ദുഃഖം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായ മകൻ പഠിച്ചിരുന്ന കോളേജിൽ, മകൻ്റെ ജീവൻ നഷ്ടപ്പെട്ട കോളേജിൽ ആദ്യമായി അവർ എത്തുന്നു. ഏറെ നാടകീയമായ രംഗങ്ങൾക്കാണ് കോളേജ് പരിസരം സാക്ഷ്യമായത്. എന്താണ് കുടുംബത്തിൻ്റെ ആരോപണം? ഇപ്പോഴും കോളേജ് പ്രിൻസിപ്പാളിനെതിരെ, അതോടൊപ്പം മറ്റ് അധ്യാപകർക്കെതിരെ അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മകൻ്റെ കൊലയാളികൾ അധ്യാപകരാണ്, പ്രിൻസിപ്പാളാണെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ഇതേ ആരോപണം ആവർത്തിച്ച്, ഇതേ പരാതി അവരെ ആവർത്തിച്ച് സിറ്റി പോലീസ് കമ്മീഷണറുടെ മുൻപാകെ എത്തുന്നു. എന്താണ് ഇന്ന് ആ കോളേജിൽ സംഭവിച്ചത്? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ നെഞ്ചുലയ്ക്കുന്ന ഒരു രംഗമായിരുന്നു നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ 11:30 പിതാവ് രാജനും അതുപോലെ തന്നെ സഹോദരി ഭർത്താവും കോളേജിലേക്ക് എത്തുന്നത്. അതായത് മകൻ മരിച്ച കിടന്ന ആ സ്ഥലത്തേക്കാണ് ആദ്യം രാജൻ പിതാവ് പോയത്. അവിടുന്ന് പിന്നീട് പൊട്ടിക്കരയുന്ന, അല്ലെങ്കിൽ നെഞ്ച് പൊട്ടിക്കരയുന്ന ഒരു പിതാവിനെയാണ് നമ്മൾ കണ്ടത്. അവിടെ ആ നിതിൻ വീണ് കിടന്ന ആ സ്ഥലത്ത് കുറേ സമയം അദ്ദേഹം അവിടെ നിലത്ത് ഇരിക്കുകയായിരുന്നു. അവിടെ നിന്നും ഇനിയും വിശ്വസിക്കാനാകുന്നില്ല, തൻ്റെ മകൻ ഇനി ഇല്ല എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ തോതിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ പോലും കഴിയാതെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് പാടുപെടുന്നതായി കൂടെയുള്ളവർ, ഒപ്പമുള്ളവർ നമ്മൾ കണ്ടു.
നെഞ്ചു പൊട്ടുന്ന ആ രംഗം മലയാളിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 11 ദിവസമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. അപ്പോഴും ഇതിൽ പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. ആകെ പിടികൂടിയതാകട്ടെ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 3 പേരെ മാത്രമാണ്. ആരോപണ വിധേയരായ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ ആളുകൾ ഇപ്പോഴും പുറത്തു തന്നെയുണ്ട്. പോലീസ് ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഏതായാലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് മകൻ ഡോക്ടറായി തിരിച്ചു വരുമെന്ന് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുടുംബം അവിടെ എത്തിയതും അതോടൊപ്പം ഈ ഹോസ്റ്റൽ മുറി, മകൻ അവിടെ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറി സന്ദർശിച്ചുമൊക്കെ. പക്ഷെ അപ്പോഴും ഈ കുടുംബം ആരോപിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ്. 2 ആരോപണമാണ് ഇപ്പോൾ പ്രധാനമായി അവർ ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള, അതായത് നമ്മൾ പുറത്തുവിട്ട ദൃശ്യം, 4ാമത്തെ ദൃശ്യം, അതിൽ പ്രിൻസിപ്പൽ നിതിനോട് കയർക്കുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്, വലിയ തോതിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു കൂട്ട വിചാരണ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പലിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്ന ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിച്ചത്. വിനോദ് മോനി എന്ന് പറയുന്ന പ്രിൻസിപ്പൽ, ലതാ ശശിധരൻ എന്ന് പറയുന്ന അധ്യാപിക, ഫൈസൽ എന്ന് പറയുന്ന മറ്റൊരു അധ്യാപകൻ, ഇങ്ങനെ ഇവർക്കെതിരെ, ആ ദൃശ്യത്തിൽ കാണുന്ന ആളുകൾക്കെതിരെ കേസെടുക്കണം, ഇതേ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം എന്ന ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ പിതാവും അതുപോലെ തന്നെ സഹോദരിയും അവരെ കാണാൻ തയ്യാറായില്ല. മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഇന്ന് ആളുകൾ എത്തും എന്ന് പറഞ്ഞു. പക്ഷേ അതും ഉണ്ടായില്ല. മാനേജ്മെന്റ് തലത്തിൽ ചർച്ചയും ഉണ്ടായില്ല. വലിയ തോതിൽ സങ്കടം തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. വൈകാരികമായ രംഗങ്ങൾക്കാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം തളർന്നുപോയ അച്ഛനെ കാറിനകത്തേക്ക് ഇരുത്തി പിന്നീട് അവർ അവിടെ നിന്നും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഹോസ്റ്റൽ മുറി, നിതിൻ അവസാനമായി ചെലവഴിച്ച ഹോസ്റ്റൽ മുറി അവർ കണ്ടു. അതോടൊപ്പം സഹോദരി ഭർത്താവാണ് ഈ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് പോയത്. ആ മുറി, അത് ഏറ്റവും ഒടുവിലായി നിതിന്റെ ജീവനോടെയുള്ള ഒരു രംഗം ഉണ്ടായ ഒരു സ്ഥലമാണ്. അവിടെ അദ്ദേഹം എത്തി. അതായത് പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കണം എന്നൊരു നിലപാട് തന്നെയാണ് കുടുംബം പറയുന്നത്. അതോടൊപ്പം സംഗീതയും റാം എന്ന് പറയുന്ന അധ്യാപകർ, അവർ ഈ കേസിൽ നിന്നും ഒരു കാരണവശാലും അവർക്ക് ഒഴിവാവാൻ പറ്റില്ല. അവരുടെ പേരിലുള്ള ഈ കുറ്റം, ജാതി അധിക്ഷേപം ഉൾപ്പെടെ ഈ കോളേജിൽ നടന്നിട്ടുണ്ട്. മറ്റൊരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്, അതായത് ആശുപത്രിയിൽ ചികിത്സാ പിഴവുണ്ടായി എന്ന ഒരു ആരോപണം കൂടി ഇപ്പോൾ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉച്ചയ്ക്ക് ശേഷം ഇവർ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് പ്രത്യേക അന്വേഷണ സംഘം ഇവരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതലായുള്ള ഇവരുടെ ഈ പരാതി അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത് രേഖാമൂലം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇവർ മൊഴി കൊടുക്കും. അതിൽ ഏറ്റവും പ്രധാനം ആ ദൃശ്യങ്ങൾ തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾക്കെതിരെ എല്ലാം ഈ സംഭവത്തിൽ കേസെടുക്കണമെന്നൊരാവശ്യമാണ് ഉന്നയിക്കുന്നത്. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂട്ട വിചാരണ നടത്തിയതിനെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദം, അതോടൊപ്പം ജാതി അധിക്ഷേപം കോളേജിൽ നടന്നിട്ടുണ്ട്. അത് ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് അത്തരം ആ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിട്ടത്. അതായത് കോളേജിൽ പ്രിൻസിപ്പാളിന്റെ ഓഫീസ് മുറിയിൽ വെച്ച് എങ്ങനെയാണ് നിതിൻ രാജ് എന്ന ചെറുപ്പക്കാരന് ഒരു കൂട്ട വിചാരണ നേരിടേണ്ടി വന്നത് എന്നത് വളരെ വ്യക്തമായി തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ ഡോക്ടർ റാമും ഡോക്ടർ സംഗീതവും ഒക്കെയാണ് പ്രതിക്കൂട്ടിലായതെങ്കിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രിൻസിപ്പാളിനും ഈ യുവാവിൻ്റെ മരണത്തിൽ പങ്കുണ്ട് എന്ന കാര്യം വ്യക്തമല്ലേ? അത്തരമൊരു ആരോപണമാണല്ലോ ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. മാത്രമല്ല, പക്ഷേ പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത് ഈ ഓൺലൈൻ ആപ്പിലേക്കാണ്. 3 പേരെ അറസ്റ്റ് ചെയ്തു. വളരെ ചടുലമായ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇത് കുടുംബം ഉന്നയിക്കുന്നത് പോലെ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ ഈ രീതിയിൽ നിതിന്റെ മരണത്തിന് കാരണം ഓൺലൈൻ ആപ്പിന്റെ ഭീഷണിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും ആ രീതിയിൽ ഈ അറസ്റ്റും മറ്റ് സംഭവങ്ങളുമൊക്കെ? അതെ ടോമേ, അതായത് പ്രധാനമായും മാനേജ്മെന്റ് ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ തന്നെ അവർ വ്യക്തമാക്കുന്നത്, അതായത് പോലീസ് അന്വേഷണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. അപ്പോഴാണ് അവർ പറയുന്നത് ഈ ഒരു മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് നിതിൻ മരിക്കാൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഇടയായതെന്ന് അവർ ആവർത്തി പറയുന്നു. അതോടൊപ്പം കോളേജിൽ ഏതെങ്കിലും ഒരു അധ്യാപകർക്കോ ഇതിൽ ബന്ധമില്ല എന്ന തരത്തിൽ വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. അത്തരത്തിൽ സ്ഥാപിക്കാനുള്ള നീക്കം ശക്തമായി നടക്കുന്നതിനിടെയാണ് തിരുവനന്തപുരത്തു നിന്നും ഇവർ കണ്ണൂരേക്ക് തന്റെ മകൻ അവസാനമായി ഉണ്ടായ ആ മകന്റെ ആ ഓർമ്മകൾ തങ്ങുന്ന ആ കോളേജിലേക്ക് അവർ എത്തിയത്. അതിൽ കൃത്യമായി അവർ ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടു, കാര്യങ്ങളെല്ലാം വിശദമാക്കി. പോലീസ് അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ട് എന്ന് പറയുമ്പോഴും
ഈ കൂടുതൽ ആളുകളെ ഇതിൽ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിന് ഈ പുതിയ മൊഴി നൽകുമ്പോൾ അവർ കൂടി പ്രതിയാകുമെന്ന് കാത്തിരുന്ന് കാണണം. അതോടൊപ്പം സംഗീതയും ഡോക്ടർ റാം എന്ന് പറയുന്ന 2 അധ്യാപകർ ഇപ്പോഴും ഒളിവിൽ തന്നെയാണെന്നാണ് ഇവരുടെ ഏറ്റവും വലിയ പരാതി. അവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം കുടുംബം ആവർത്തിച്ച് പറയുന്നു. ഏതായാലും നാളെ ഇവരുടെ മുൻകൂർ ജാമ്യം തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ വരുന്നുണ്ട്. എന്തായാലും നാളെ ഇവർക്ക് വളരെ നിർണായകമായിരിക്കും. അതായത് തങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിതിന്റെ മരണത്തിന് ഉത്തരവാദികളല്ല, നിതിന്റെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യമാണ്, ഈ വിഷയമാണ് നിതിൻ മരണത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവനെടുക്കാൻ കാരണമെന്നാണ് അവർ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൂടി പറയുന്നത്. അങ്ങനെ അവിടുത്തെ അധ്യാപകർ, മാനേജ്മെന്റ് ഒക്കെ ഇങ്ങനെ നിതിന്റെ മരണം ഒരു ലോൺ ആപ്പിൽ മാത്രം ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തുന്നു. അതല്ല, കൃത്യമായ അന്വേഷണം നടക്കണം. ഈ ഒരു കൂടുതൽ ആളുകൾ, അതായത് ദൃശ്യം വളരെ പ്രധാനപ്പെട്ട ദൃശ്യമാണ് നമ്മൾ പുറത്തുവിട്ടത്. ആ ദൃശ്യത്തിലുള്ള ആളുകൾക്കെതിരെ കേസെടുക്കണമെന്ന് ഇവർ ഇന്നും ആവർത്തിച്ചു. ഏതെങ്കിലും തരത്തിൽ അത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഇതിലേതറ്റം വരെയും പോകുമെന്നാണ് പിതാവ് രാജനും അതുപോലെ തന്നെ സഹോദരി ഭർത്താവ് അശോകനും വ്യക്തമാക്കിയത്. അതിനിടയിൽ വളരെ ദൗർഭാഗ്യമായ ഒരു സംഭവം ഉണ്ടായി. ഇന്ന് ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. അതായത് ദളിത് ലീഗിന്റെ ഒരു മാർച്ച്. ആ ദളിത് ലീഗിന്റെ മാർച്ച് തടയാനെത്തിയത് ബൗൺസർമാരാണ്. അതായത് ഇന്ന് ഈ പിതാവും അതുപോലെ തന്നെ സഹോദരിയും ഉൾപ്പെടെയുള്ള ആളുകൾ കോളേജിൽ എത്തുമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് വലിയ പോലീസ് സന്നാഹം അഞ്ചരക്കണ്ടി കോളേജിൽ ഒരുങ്ങിയിരുന്നു. ഈ പോലീസ് സന്നാഹത്തിനിടയിൽ ഈ ദളിത് മാർച്ച് വരുമ്പോൾ ഇത്രയും പോലീസുകാർ അവിടെ നോക്കി നിൽക്കെ കോളേജ് മാനേജ്മെന്റ് 2 ബൗൺസർമാർ വന്ന് ഈ പ്രതിഷേധക്കാരെ തടയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അതായത് ഇത്രത്തോളം വിഷയമുണ്ടായിട്ടും വലിയ പ്രതിഷേധമുണ്ടായിട്ടും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. അത് ഈ കുടുംബം എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ ദളിത് ലീഗിന്റെ മാർച്ച് ഉണ്ടായത്. നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധ മാർച്ചിനെ തടഞ്ഞത് ബൗൺസർമാരാണ്. അത് വലിയ സംഘർഷത്തിന്, അല്പനേരത്തേക്ക് സംഘർഷത്തിന് ഒക്കെ ഇടയാക്കിയ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ മാനേജ്മെന്റ് ഇതിനെ ചേർത്ത് നിർത്താൻ തയ്യാറായില്ല. ഇതിൽ നീതി വാങ്ങുന്ന കാര്യത്തിൽ മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് തീരുമാനം ഒന്നുമില്ല. അതിനിടയിലാണ് പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ബൗൺസർമാരെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ അഞ്ചരക്കണ്ടി കോളേജിൽ കണ്ടത്. ഏതായാലും നാടകീയമായ രംഗം തന്നെയായിരുന്നു. വലിയ തോതിലുള്ള ഒരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. പിന്നീടാണ് പോലീസ് ഈ ബൗൺസർമാരെ ഇങ്ങനെയാണ് നേരിടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.